നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ ന്യൂകാറ്റ് ചാനലിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞു, കള്ളക്കടൽ സംഭവിക്കുന്നത് എങ്ങനെയെന്ന്. പക്ഷേ അതങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം എവിടെയും എത്തുന്നില്ല എന്നതാണ് വാസ്തവം. സത്യത്തിൽ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൻ്റെ ചെറിയൊരു കാരണമാണ് ഞാൻ പറഞ്ഞത്. ഇനി അതിനെപ്പറ്റി കൂടുതൽ പറയാനുള്ളത് ഈ വീഡിയോയിലാകട്ടെ എന്ന് വിചാരിക്കുന്നു. സുഹൃത്തുക്കളെ, ലോകത്ത് പൊല്യൂഷൻ ഓട്ടോമാറ്റിക്കായി കൂടുകയാണ്. പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ചൂടാണ്. വാഹനങ്ങളിൽ നിന്നുണ്ടാകുന്ന ചൂട്, കമ്പനികളിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ചൂട്, അതുപോലെ ഭൂമിയിൽ നിന്ന് തന്നെ ധാരാളം ഓട്ടോമാറ്റിക്കായിട്ടുള്ള ചൂട്. ഇങ്ങനെ ചൂടിൻ്റെ പൊല്യൂഷൻ കൂടി വരുന്നു. നമ്മൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്ന അതേ അവസ്ഥ തന്നെ തുടരുന്നതാണ് ഭൂമി എന്നാണ്. എങ്കിൽ നമുക്കെല്ലാവർക്കും തെറ്റി. നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ലോകം. ഈ ലോകം എന്ന് പറയുമ്പോൾ ആകാശ ഗംഗ ഉൾപ്പെടെ നമ്മൾ ജീവിക്കുന്ന ഭൂമിയടക്കം. നമ്മൾക്കറിയാം, ഒരു കറങ്ങുന്ന ഗോളമാണ് ഭൂമി എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ വിശ്വസിച്ച് വച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം ഭൂമി എന്നാണ്. അപ്പോൾ അതിലുള്ളതാണ് കടൽ, അതിന് മേലെ കാണുന്നതാണ് ആകാശം. നമ്മൾ ജീവിക്കുന്ന ഭൂമിക്കടിയിൽ എന്താണ് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ജീവിക്കുന്ന ഭൂമിക്കടിയിൽ സത്യത്തിൽ വായുവാണ്. അപ്പോൾ നമ്മൾ നിൽക്കുന്നതോ വായുവിലാണ്. നമ്മൾ നിൽക്കുന്നത്, അതായത് നമ്മുടെ ഭൂമി നിൽക്കുന്നത് വായുവിലാണ്. ഇതിന് ഉദാഹരണമായിട്ട് ചന്ദ്രനിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഭൂമി ചന്ദ്രൻ്റെ മേലെയായിട്ടാണ് കാണുക. അതായത് ഭൂമിയിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ചന്ദ്രൻ മേലെയായിട്ടാണ് കാണുക. ഇങ്ങനെ ഒരു അത്ഭുതകരമായ പ്രതിഭാസം ഇതിൻ്റെ പിന്നിലുണ്ട്. ഇനി മറ്റൊരു കാരണം നമ്മൾ പറയുന്നത്, ഗ്രീൻ ഹൗസ് എഫക്റ്റാണ്. അത് ഞാനൊരു വാക്ക് പറഞ്ഞു വെച്ചു എന്ന് മാത്രം. ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഭൂമിക്കുള്ളിലുള്ള ചൂട് വർദ്ധിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ചുറ്റുപുറവും നിൽക്കുന്നത് റൗണ്ട് ചെയ്തിട്ട് കടലാണ്. ഇതോട് കൂടിയിട്ട് നാം അടക്കം എല്ലാ ജീവികളും നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഭൂമിയിൽ ഒരുപാട് അഗ്നിപർവ്വതങ്ങളുണ്ട്. അതിൽ നിന്ന് ചൂട് ധാരാളമായി വമിക്കുന്നുണ്ട്. നമ്മുടെ ഭൂമിയെ നശിപ്പിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ രാജ്യത്തും നടക്കുന്നുണ്ട്. ഇതൊക്കെ ഈ ഭൂമിയുടെ മരണത്തിന് കാരണമായേക്കാം. ചൈനയിൽ അതിഭയങ്കരമായ ഒരു അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ചൈനയിൽ ഭൂമിയുടെ അഗാധമായ തലങ്ങളിലേക്ക് കുഴികൾ കുഴിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഭൂമിക്ക് ഇഷ്ടപ്പെടാത്ത, അതായത് നമ്മൾ തന്നെ നമ്മളെ കൊല്ലുന്ന രീതിയിലുള്ള പല പ്രതിപ്രവർത്തനങ്ങൾ മൂലം ഇനി വരുന്ന കാലഘട്ടങ്ങളിലൊന്നും തന്നെ ശാശ്വതമായ ഒരു പരിഹാരത്തോടു കൂടി ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും മറ്റൊരു കാര്യം കൂടി ഈ തരുണത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മൾ കോടാനുകോടി ജനങ്ങൾ ലോകത്തുണ്ട്. ഈ കോടാനുകോടി ജനങ്ങൾക്ക് ഒട്ടുമിക്ക ആളുകൾക്കും വീടുകളും മറ്റുമുണ്ട്. ഇതിനൊക്കെ തന്നെ നമ്മൾ ആശ്രയിക്കുന്നത് പ്രകൃതിയിലെ വിഭവങ്ങളാണ്. അതായത് മണ്ണ്, മണൽ, കല്ല്,
കരിങ്കല്ല് എന്നിവ പോലത്തെ ധാതു ലവണങ്ങൾ എല്ലാം. ഇതിനും പുറമെ നമ്മൾ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നു. എല്ലാ വീട്ടിലും ഉണ്ട് ഫ്രിഡ്ജ്. എന്താ ഇപ്പോൾ ഇത് എടുത്തു പറയാൻ കാരണം വെച്ചാൽ ഈ ഫ്രിഡ്ജിൽ നിന്ന് ഒരു വാതകം പുറന്തള്ളപ്പെടുന്നുണ്ട്. ഈ വാതകം നമ്മുടെ ഭൂമിക്കും മേലെ അല്ലാഹു സുബ്ഹാനഹു തആല ഒരുക്കിയിട്ടുള്ള 7 പാളികളുണ്ട്. ഇതിനെ ഓസോൺ പാളികൾ എന്നാണ് വിളിക്കുന്നത്. ഈ പാളികൾക്ക് വിള്ളലേൽക്കുന്ന ഒരു വാതകം ഈ ഫ്രിഡ്ജിൽ നിന്ന് ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ 7 പാളികളുള്ള പാളികൾക്ക് വിള്ളൽ സംഭവിക്കുന്നു. ഇതിൽ മൂലം എന്താ സംഭവിക്കുന്നത്? സൂര്യനിൽ നിന്ന് ചൂട് അമിതമായി ഭൂമിയിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ജീവജാലങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വരികയും അവരുടെ ആന്തരിക പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരികയും അവരിൽ ക്യാൻസർ മറ്റുള്ള ഭയങ്കരമായ രോഗങ്ങൾക്കൊക്കെ കാരണമാകുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ശാസ്ത്രം നമ്മെ ജയിപ്പിക്കുമെന്നാണ്. അപ്പോൾ പിന്നെ ദൈവത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നിൻ്റെ ഔദാര്യമൊന്നും എനിക്ക് ആവശ്യമില്ല, ഞാൻ തന്നെ ജീവിക്കുമെന്ന് മനുഷ്യനോട് പറയുന്നത് പോലെ നമുക്ക് നമ്മുടെ ദൈവത്തിനോട് പറയാൻ സാധ്യമല്ല. ദൈവം എന്ന് പറയുന്നത്, അതായത് അള്ളാഹു എന്ന് പറയുന്നതിനെ ധിക്കരിച്ചിട്ട് അള്ളാഹു ഉണ്ടാക്കിയ ഒരു കൊച്ചു ഭൂമിയിൽ തന്നെ ജീവിക്കാൻ നമ്മൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. പക്ഷേ മനുഷ്യരാശി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭൂമിയെ തന്നെ കീഴ്മേൽ മറിക്കുന്ന പ്രവർത്തനങ്ങളാണ്. അതിൻ്റെ പരിണിത ഫലമായിട്ട് അതിൻ്റെ പ്രതിപ്രവർത്തനങ്ങളാണ് നാം ഇനി കാണാൻ പോകുന്ന അത്ഭുതകരമായ ഒരുപാട് മാറ്റങ്ങൾ. അതായത് ഇത് നശിക്കാനുള്ളതാണ് ഈ ഭൂമി. കണ്ടങ്ങിരിക്കും ജനത്തിനെ കണ്ടില്ലെന്നു നടിക്കുന്നതും ഭവാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അന്നം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾ തന്നെ നിങ്ങളെ എൻ്റെ മുന്നിലില്ല എന്ന് വിചാരിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ മറ്റൊരു ചിന്ത. അപ്പോൾ ശാസ്ത്രജ്ഞന്മാർ നമ്മുടെ രക്ഷക്കുണ്ട് എന്ന് പറയുന്നതിൽ പരം വിഡ്ഢിത്തം ഇനി മറ്റൊന്നുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾക്ക് നമ്മുടെ ദൈവത്തിനോട് കൂടുതൽ അടുക്കുന്നതുകൊണ്ട് എന്താ പ്രശ്നം? ദൈവം ഉണ്ട് എന്ന് പറയുന്നതുകൊണ്ട് എന്താ പ്രശ്നം? ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ലെങ്കിൽ ഉണ്ട് എന്ന് പറഞ്ഞാലും അത് തന്നെയാണ് സംഭവിക്കുക. അപ്പോൾ നിങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാലും ഇല്ല എന്ന് പറഞ്ഞാലും ഒന്നും തന്നെ ഈ ഭൂമിയിൽ സംഭവിക്കില്ല എന്നാണ് അതിനർത്ഥം. സംഭവിപ്പിക്കുന്നത് അത് നിങ്ങളോട് ചോദിച്ചിട്ടല്ല. സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് പറയാൻ സാധ്യമല്ല. ഉദാഹരണത്തിന് നിങ്ങളുടെ മരണം എപ്പോഴാണെന്ന് പറയാൻ മനുഷ്യന് സാധ്യമല്ല എന്നർത്ഥം. അപ്പോൾ വിജ്ഞാനപ്രദമായ ഇത്തരം ഈ വീഡിയോകൾ കാണുവാൻ ജനങ്ങൾക്ക് ഇഷ്ടമല്ല. ജനങ്ങൾക്ക് പൊട്ടിച്ചിരിക്കാനാണ് ഇഷ്ടം. യാഥാർത്ഥ്യത്തോട് നീതി പുലർത്തുന്ന ഒരു വർത്തമാനവും അവർക്ക് ഇഷ്ടമല്ല. അവർക്ക് മരണത്തെപ്പറ്റി പറയുന്നത് ഇഷ്ടമല്ല. അവർക്ക് സംഗീതം അതുപോലെ മറ്റുള്ള ഒരു തരം എന്താ പറയുക, ഒരു പാറ്റകളുടെ ജീവിതം പോലെ ബുദ്ധിയില്ലാത്ത ഒരു ജീവിതമാണ് ഇഷ്ടം. അപ്പോൾ ബുദ്ധിയുള്ളവർക്ക് പലതും അറിയാം. അവരെ നിങ്ങൾ കല്ലെറിയുകയും വിഡ്ഢികളെന്ന് വിളിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, പല അത്ഭുതകരമായ പ്രതിപ്രവർത്തനങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഭൂമിയുടെ അവസാനത്തിൻ്റെ മുന്നോടിയായിട്ടാണ്. തീക്കാറ്റ് വീശുക, ഭൂമി രണ്ടായി പിളരുക, ഭൂമിയിൽ വൻ പൊട്ടിത്തെറികൾ സംഭവിക്കുക, ഭൂമി തന്നെ ഇല്ലാതാവുക എന്നാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനൊന്നും അധിക താമസമൊന്നുമില്ല. നമ്മൾക്കിപ്പോൾ എന്താണ് ഈ അഹങ്കാരം വെച്ചാൽ, നമുക്ക് കുറച്ച് ഇന്ധനം കിട്ടി ഭൂമിയുടെ അടിയിൽ നിന്ന്, അതുകൊണ്ട് നമ്മൾ കുറച്ച് കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തി. ആ ഇന്ധനം തീർന്നാൽ നമ്മൾ സാമ്പത്തിക സ്ഥിതിയൊക്കെ വളരെ മോശമായി വരും. ഇതൊക്കെയാണ് യാഥാർത്ഥ്യമായ ചിന്തകൾ. അപ്പോൾ യാഥാർത്ഥ്യമായ ചിന്തകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആർക്കും ഇഷ്ടമല്ല അത് പറയുന്നത്.
ഇതായിപ്പോൾ പറയാൻ കണ്ട കാര്യം എന്നാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷേ നമ്മുടെ അടുത്തെത്തി നിൽക്കുന്ന അപകടങ്ങൾ നമ്മൾ തിരിച്ചറിയുക. ഇത്തരം അപകടങ്ങളിലൊക്കെ രക്ഷ തരുന്നത് റബ്ബ് സുബ്ഹാനഹു തആല എന്നൊരു സത്യമാണ്. അപ്പോൾ അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവമില്ല എന്ന വാദത്തെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് നമുക്ക് മുന്നേറേണ്ടി വരും. അപ്പോൾ ഇനിയും ഇതുപോലെ ഇൻഫർമേഷനായ വീഡിയോകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം. ഇതുവരെ വീഡിയോകൾ കണ്ട എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ കൊച്ചു വീഡിയോ നിർത്തുന്നു. അപ്പോൾ ഈ കള്ളക്കടൽ എന്ന അത്ഭുത പ്രതിഭാസത്തിൻ്റെ സൂചന എടുക്കാൻ നൽകുന്നത് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന അത്ഭുത പ്രതിഭാസത്തിലേക്കാണ്. അതുപോലെ തന്നെ മരണം എന്നത് നക്ഷത്രത്തിന് വരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പരിശുദ്ധ ഖുർആനിൽ എടുത്ത് നോക്കിയാൽ അറിയാം. നക്ഷത്രത്തിനും സൂര്യനും മണ്ണിനും മനുഷ്യനും എല്ലാത്തിനും മരണമുണ്ട്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് എന്നാണ് അതിനെപ്പറ്റി പറയുന്നത്. എന്തായാലും ഈ കൊച്ചു വീഡിയോ ഇവിടെ നിർത്തുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.